നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ പോരാട്ടം കാഴ്ചവെച്ച ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി സരിൻ ഇനി സ്വതന്ത്രനല്ല. രാവിലെ തിരുവനന്തപുരം AKG സെന്ററിൽ എത്തിയ പി സരിന് ഊഷ്മളമായ സ്വീകരണമാണ് പാർട്ടി നേതാക്കൾ നൽകിയത്. ഔദ്യോഗികമായ ചുവപ്പ് ഷോൾ അണിയിച്ചാണ് സരിനെ AKG സെന്ററിലേക്ക് സ്വീകരിച്ചത്. ഒരു സ്വതന്ത്രൻ പാർട്ടി വിട്ടുപോയാൽ ഒലിച്ചു പോകുന്ന പാർട്ടിയൊന്നുമല്ല ഇടതുപക്ഷമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഇവിടെ അന്വർത്ഥമാക്കുന്നത്. ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാകുന്ന സ്വതന്ത്രർ ഇനിയും പാർട്ടിയായി മാറുമെന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഡോക്ടർ പി സരിനെ സ്വീകരിച്ചു. സ്വതന്ത്രൻ പാർട്ടിയായി മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഭാവിയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് സരിനുമായി ചർച്ച ചെയ്യുമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. സരിൻ ഏത് ഘടകത്തിൽ പ്രവർത്തിക്കണം എന്നതുൾപ്പെടെയുള്ള നിർണായക കാര്യങ്ങളിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളാനാണ് പാർട്ടിയുടെ തീരുമാനം. ഡോക്ടർ പി സരിൻ ആദ്യമായിട്ട് AKG സെൻറ്ററിലേക്ക് എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ ഞങ്ങളെല്ലാം ആവേശത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും സരിനുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആദ്യം സാധിക്കുക. പിന്നീടാണ് സംഘടനാപരമായിട്ടുള്ള പാർട്ടി മെമ്പർഷിപ്പിലേക്കും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിലേക്കും ഒക്കെ പൂർണ്ണമായിട്ട് വരാൻ സാധിക്കുക. മറ്റ് വർഗ ഭോജന പ്രസ്ഥാനങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് സരിനുമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനം എടുക്കും. പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയായിരിക്കും. അതായത് പാർട്ടിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ആദ്യം മുതലേ തീരുമാനിച്ചതാണ്. ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ അത് ഏകപക്ഷീയമായിട്ടല്ല, ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. CPM-നൊപ്പം സഹകരിക്കാൻ തീരുമാനിച്ചതായി പി സരിൻ നേരത്തെ അറിയിച്ചിരുന്നു. സരിനുമായി കൂടിയാലോചിച്ച് മാത്രമാകും അടുത്ത തീരുമാനം എടുക്കുക എന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. മന്ത്രിമാരായ സജി ചെറിയാനും AK ബാലനും ഒപ്പമുണ്ടായിരുന്നു. ഭാവി രാഷ്ട്രീയ കാര്യങ്ങളും സംഘടനാ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കും. ശരിയായ ചർച്ച നടത്താതെയാണ് സന്ദീപിനെ കോൺഗ്രസിലേക്ക് വലിച്ചു കയറ്റിയതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ആശയപരമായ മാറ്റങ്ങൾ വരുത്താതെയാണ് സന്ദീപിനെ BJP-യിലേക്ക് സ്വാഗതം ചെയ്തതെന്ന ആരോപണവും ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. വ്യക്തി താല്പര്യത്തോടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത് പാർട്ടിയിൽ ആകെ കലഹം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഇപ്പോഴത്തെ നിലപാട്. നേതാക്കൾ പോകുന്നതോടെ ഒലിച്ചു പോകുന്ന പാർട്ടികൾ ഇതൊക്കെ കണ്ട് പഠിക്കട്ടെ.